ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു തമ്പുരാൻ്റെ രക്ഷണ്യ പ്രവർത്തനങ്ങളിലൂടെ യാത്ര ചെയ്യുവാനും അതിനെ ജീവിത അനുഭവമായും അത്ഭുതമായും രൂപപ്പെടുത്തുവാനുമുള്ള അനുഭവങ്ങളും ആശയങ്ങളും ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ നാം നേരിടുന്ന ഓരോ അനുഭവങ്ങളും ഓരോ ഉൾക്കാഴ്ചകളും ഇതിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. കാനാ മുതൽ കാൽവറി വരെ എന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡുമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 38-39 വാക്യങ്ങളുമായാണ് ഈ ദിവസം നിങ്ങളെ ദൈവനാമത്തിൽ സമീപിക്കുന്നത്. അവൻ പള്ളിയിൽ നിന്നിറങ്ങി ശീമോന്റെ വീട്ടിലേക്ക് ചെന്നു. ശീമോന്റെ അമ്മാവിയമ്മ കഠിനമായ ജ്വരം നിമിത്തം ക്ലേശിച്ചിരുന്നതിനാൽ അവർ അവൾക്കു വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളെ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. അതവളെ വിട്ടുമാറി. അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു. അത്ഭുതങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമാണ്. അതിനപ്പുറമായ ആത്മീയത വേണമെന്ന് നമ്മൾ പറയുന്നുവെങ്കിലും ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലതിനെയും അത്ഭുതത്തിൻ്റെ വീക്ഷണകോണിലൂടെ വിലയിരുത്തുവാനും കാണുവാനുമാണ് താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ലഭ്യമാകണം, യാചിക്കുമ്പോൾ യാചനകൾ പൂർണ്ണമാകണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ചില അനുഭവങ്ങൾക്ക്, അത്ഭുതങ്ങൾക്ക് നമ്മൾ സാക്ഷികളാണ്. മറ്റ് ചില അത്ഭുതങ്ങൾ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കുന്നുമുണ്ട്. ദൈവം നമുക്ക് പകർന്നു തന്ന അത്ഭുത അനുഭവങ്ങളിലൂടെ പുതിയ ഒരു അത്ഭുതത്തിൻ്റെ ഉറവുകളായി മാറുവാനാണ് ദൈവം നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നത്. അത്ഭുതത്തിൻ്റെ ഉറവുകളാകുവാനുള്ള ശക്തി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ബലവും കൃപയും കരുണയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ഉൾക്കാഴ്ചയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ധ്യാന ചിന്തയായ ശിമോൻ്റെ അമ്മാവിയമ്മയ്ക്ക് കഠിനജ്വരം വന്നപ്പോൾ ആ വലഞ്ഞിരുന്ന അനുഭവത്തിൽ നിന്ന് ദൈവം അവളെ രക്ഷപ്പെടുത്തിയ ആ പ്രത്യേക സംഭവത്തിൻ്റെ ആത്മീയ ആവിഷ്കരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടുത്തെ പ്രധാന ചിന്ത, ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ സ്ലീഹന്മാരിൽ പ്രധാനിയായ ശിമോൻ പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് കർത്താവ് കൊടുക്കുന്ന സൗഖ്യം, അതൊരു ധ്യാന ചിന്തയാണ്. കർത്താവ് ചെയ്ത പല അത്ഭുതങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അവൾക്ക് കൊടുത്ത അത്ഭുതം ഒരുപക്ഷെ മറ്റത്ഭുതങ്ങളുടെ അത്രയും ശ്രേഷ്ഠതയുണ്ടോ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. കഠിനമായ ജ്വരത്താലാണ് അവൾ വലഞ്ഞിരുന്നത്. മത്തായിലും മർക്കോസിലും നമ്മൾ വായിക്കുമ്പോൾ അവൾക്ക് ബാധിച്ചിരുന്ന പനിയെപ്പറ്റി വ്യാഖ്യാനിക്കുന്നു. ജ്വരവും പനിയുമൊക്കെ ഒരേ അർത്ഥത്തിലുള്ളതാണ്. എന്തുവാണെങ്കിലും തുടർച്ചയായി ആ സ്ത്രീയെ നൊമ്പരപ്പെടുത്തിയിരുന്ന ഒരു ശാരീരിക ബുദ്ധിമുട്ടിൽ നിന്ന് കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാർ വിവാഹിതരായിരുന്നോ എന്ന് ചില ചോദ്യങ്ങളൊക്കെ ഉയരും. കർത്താവ് ശിഷ്യന്മാരെയൊക്കെ വിളിച്ചത്, ആ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ അവരിൽ പലരും മുതിർന്നതിൽ പിന്നെ അവർ വിവാഹിതരായിട്ടുമുണ്ട്. ശിമോൻ പത്രോസും ആ തരത്തിൽ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഒരവസരത്തിലാണ് കർത്താവ് വിളിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വായിക്കുന്നത് അവൻ്റെ അമ്മാവിയമ്മയെ കർത്താവ് സൗഖ്യപ്പെടുത്തി എന്നുള്ള കാര്യം. ഇവിടെ നമ്മൾ പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടി ചിന്തിക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, കഠിനമായ ജ്വരം ബാധിച്ചത് മൂലം ആ കുടുംബത്തിൽ ആ സ്ത്രീ നേരിട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ, അവളുടെ തലമുറകൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അവൾക്ക് മറ്റുള്ളവരെ സ്വീകരിക്കുവാൻ തക്കവണ്ണം അതിൽ വന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ആ ഒരു ജ്വരം അഥവാ പനിയിൽ അന്തർലീനമായിട്ടുണ്ട്. കർത്താവ് ആ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ അവളുടെ ബുദ്ധിമുട്ട് കണ്ട് അവളെ സൗഖ്യമാക്കുകയാണ്. കർത്താവിൻ്റെ മറ്റു സ്ലീഹന്മാരുടെ ഒന്നും ഭവനങ്ങളിൽ കർത്താവ് പോയതായിട്ടൊന്നും കൂടുതൽ വ്യാഖ്യാനങ്ങളില്ല.
അവർക്കൊന്നും വ്യക്തിഗതമായ എന്തെങ്കിലും ചെയ്തു കൊടുത്തതായിട്ടും വ്യാഖ്യാനമില്ല. എങ്കിലും ഇവിടെ പ്രത്യേക അഡ്രസ്സോടുകൂടി പറയുകയാണ്, ശിമോൻ്റെ അമ്മാവിയമ്മയ്ക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. ആ സൗഖ്യം കൊടുത്തത് കുടുംബപരമായി വ്യക്തിപരമായുള്ള ഒരു സൗഖ്യാനുഭവത്തിൻ്റെ പൂർണ്ണതയാണ്. ദൈവത്തെ കണ്ടുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു തലമുറയ്ക്ക് ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന ആത്മീയ അനുഭവങ്ങളാണ് ഇവിടെ വെളിവാകുന്നത്. തീർച്ചയായിട്ടും ശിമോൻ പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ സൗഖ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിനും ചില പ്രത്യാശകൾ, ചില ധൈര്യങ്ങൾ, ചില രോഗങ്ങളിൽ നിന്നുള്ള മോചനം, ഇവയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും പല അസുഖങ്ങളുടെയും നമ്മൾ തന്നെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം അറിയാം, പല അസുഖങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട്. അസുഖങ്ങളിൽ പലതിനും പേരുകളില്ല, എന്താണെന്ന് പോലും അറിയത്തില്ല. എന്താണെന്നറിയാതെ വൈദ്യന്മാരെ സമീപിക്കുന്ന ഒരു കാലഘട്ടം, അസുഖത്തിനല്ലാതെ മറ്റു പല മരുന്നുകളും കഴിക്കുന്ന ഒരു കാലഘട്ടം, ഒരുവൻ അസുഖം വരുമ്പോൾ അതുകൊണ്ട് മുതലെടുക്കുന്ന കഠിന മനുഷ്യരുള്ള ഒരു കാലഘട്ടം, വഞ്ചനയും ചതിയും കുടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിൽ പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ സൗഖ്യം, ആ രോഗത്തെപ്പറ്റിയുള്ള വിലയിരുത്തൽ, അവൾക്കതിലൂടെ ലഭ്യമായ സന്തോഷം, ഇവയൊക്കെ ധ്യാനിക്കുവാൻ ഈ അത്ഭുതത്തിലൂടെ ദൈവഹിതപ്രകാരം നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം, സ്നേഹിതരോടൊപ്പം പത്രോസിൻ്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു. ക്ഷീണിതയായിരിക്കുന്ന പത്രോസിൻ്റെ അമ്മാവിയമ്മയെ നമ്മുടെ കർത്താവ് കാണുന്നു. അമ്മാവിയമ്മ എന്ന പദം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ആദരവോടുകൂടി വീക്ഷിക്കേണ്ട ഒരു സ്ഥാനമാണെങ്കിലും പദവിയാണെങ്കിലും പണ്ട് തൊട്ടേ അതിനെന്തൊക്കെയോ ചില നിറങ്ങളൊക്കെ വാരിപ്പൂശി ഒരു കാഠിന്യത്തിൻ്റെയും ഒരു ഭിന്നതയുടെയും ഒരു പ്രശ്നത്തിൻ്റെയും തലമായി പലരും വിലയിരുത്താറുണ്ട്. അമ്മാവിയമ്മയാകുമ്പോഴത്തേക്ക് സ്ത്രീത്വത്തിൽ വേറൊരു പദവിയാണ്. ഇതിലെല്ലാം അന്തർലീനമായ ഒരു പദം അമ്മ എന്നുള്ളൊരു പദമാണ്. പത്രോസിൻ്റെ അമ്മാവിയമ്മയെ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കി. അപ്പോൾ അവൻ്റെ കുടുംബാംഗങ്ങൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. പത്രോസും ജീവിത പങ്കാളിയും സന്തോഷിച്ചു കാണും, കടന്നു വന്നവരും സന്തോഷിച്ചിട്ടുണ്ട്. പത്രോസിൻ്റെ അമ്മാവിയമ്മയെക്കുറിച്ച് മറ്റു വ്യാഖ്യാനങ്ങളൊന്നും തന്നെ തിരുവചനത്തിലോ ചരിത്രത്തിലോ കൂടുതലായിട്ട് നൽകിയിട്ടില്ല. എന്നാൽ പാരമ്പര്യത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായ ചില വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. ഈ സ്ത്രീത്വത്തിൻ്റെ പേര് എന്താണെന്ന് വ്യാഖ്യാനിച്ചിട്ടില്ലെങ്കിലും ദൈവമക്കളെയും ദൈവീക ശുശ്രൂഷകരെയും ഒരുപാട് കരുതിയിട്ടുള്ള, ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു മാന്യ വനിതയാണ് ഈ വ്യക്തിത്വം. കരുതുവാനും സ്നേഹിക്കുവാനും അവർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. ശിമോൻ പത്രോസിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ താങ്ങായും തണലായും പിന്തുണയായും ആ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഈ സ്ത്രീ. തൻ്റെ മകളെക്കുറിച്ച് ഈ സ്ത്രീക്ക് വേണമെങ്കിൽ ദുഃഖത്തോടെ ചിന്തിക്കാമായിരുന്നു. പടകും വലയുമൊക്കെ ഇട്ട് തൻ്റെ മകളെ ഒറ്റപ്പെടുത്തി ഇട്ടിട്ട് പോയവൻ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷേ നമ്മുടെ കർത്താവും ശിഷ്യന്മാരും പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ ഭവനത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം, ചരിത്രങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും അപ്പുറമായിട്ട് കർത്താവിനെയും ശിഷ്യന്മാരെയും ഈ സ്ത്രീ ഒരുപാട് സ്നേഹിച്ചു. പത്രോസിനെ തന്നെ ഒരുപാട് സ്നേഹിച്ചു. പത്രോസിൻ്റെ തീരുമാനങ്ങൾ, പത്രോസിൻ്റെ പ്രവർത്തനങ്ങൾ, ഇവയെ സംബന്ധിച്ച് ആ സ്ത്രീക്ക് യാതൊരു പരാതിയുമില്ലായിരുന്നു. ഒരുപക്ഷെ ഇവളൊരു വിശ്വാസിയായി പൂർണ്ണമായി മാറ്റപ്പെട്ടവളുമായിരിക്കാം. അതൊക്കെ ചരിത്രത്തോടും പാരമ്പര്യത്തോടും ബന്ധപ്പെടുത്തി യുക്തിപരമായി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. ഈ സ്ത്രീയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, അമ്മാവിയമ്മയായിട്ടും തൻ്റെ മരുമകനെയും അവനോടൊപ്പമുള്ളവരെയും ഹൃദ്യമായി സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും താല്പര്യമുള്ള ഒരു നല്ല അമ്മ ഇന്ന് നമ്മുടെ സമൂഹത്തിലുമായി തീരേണ്ടതാണ്. ഒരു സ്ത്രീ പല ഭാവങ്ങളിലാണ് തൻ്റെ വ്യക്തിത്വത്തെ പ്രകടമാക്കുന്നത്. അവൾ അമ്മയായി, സഹോദരിയായി, മകളായി, മരുമകളായി, സ്നേഹിതയായി, കാമുകിയായി, പ്രണയിനിയായി, അങ്ങനെ പല വേഷങ്ങൾ
അവൾ എടുക്കുന്നുണ്ട്. ഓരോ പദവിക്കും സ്ത്രീത്വത്തിൽ അതിൻ്റേതായ പ്രസക്തിയുണ്ട്. ഒരമ്മാവിയമ്മയ്ക്ക് അമ്മയേക്കാൾ വലിയ വില കൊടുക്കുവാൻ സാധിക്കും. ഒരു മരുമകൾക്ക് മകളേക്കാൾ വലിയ സ്നേഹം നൽകുവാൻ സാധിക്കും. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് ലഭിച്ച സൗഖ്യമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ മറ്റ് തലത്തിലുള്ള അത്ഭുതം കാണുന്നതിനേക്കാൾ ഉപരി കുടുംബ പശ്ചാത്തലത്തിൽ ഒരു സമാധാനത്തിൻ്റെ തലം. അമ്മയെ സ്നേഹിക്കുന്ന മകളും മകളെ സ്നേഹിക്കുന്ന അമ്മയും ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ടാകണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മയും മകളും ഉണ്ടാകണം. തൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് പോലെ തൻ്റെ ഭവനത്തിലേക്ക് കയറി വന്ന മകളെയും സ്വീകരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഭവനത്തിലേക്ക് വന്നു കയറുന്ന ഒരു സ്ത്രീയുടെ പ്രത്യേകത ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ട ഒരു ചെടിയെപ്പോലെ, ഒരു തൈ പോലെ. പുതിയ സ്ഥലത്തേക്ക് വരുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ, പുതിയ സ്ഥലത്തെത്തുമ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒന്ന് സെറ്റാകാൻ കുറേ സമയങ്ങൾ വരണം. വേര് പിടിക്കാൻ ഒന്ന് ഉറയ്ക്കാൻ തക്കവണ്ണം ശ്രമിക്കുന്ന ആ സമയത്ത് ഒരമ്മാവിയമ്മ ഒരിക്കലും കടന്നു വരുന്ന മകളോട് കാഠിന്യത്തോടെ ഇടപെടരുത്, ചില നിഷ്ഠകളോടെ ഇടപെടരുത്. പ്രാർത്ഥനയോടും സ്നേഹത്തോടും കൂടി ഇടപെടണം. അവൾ അവിടെ വേര് പിടിക്കണം. വേര് പിടിച്ചു കഴിഞ്ഞാൽ അവളിൽ നിന്നുയരുന്ന നന്മകൾ അമ്മാവിയമ്മയ്ക്ക് മാതൃതുല്യമായി ഉൾക്കൊള്ളുവാൻ സാധിക്കും. ശിമോൻ പത്രോസിൻ്റെ അമ്മായിയമ്മയെ പറ്റി ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഇത് കേൾക്കുന്ന അമ്മായിയമ്മമാരുണ്ട്, മരുമക്കളുണ്ട്. നിങ്ങളെ അമ്മായിയമ്മമാരെന്നോ മരുമക്കളെന്നോ അല്ല വാക്കുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മാതാവെന്നും മകളെന്നും പറയുവാനാണ്. ഒരുമിച്ച് കഴിയുമ്പോൾ ഒരു മകൾ തന്നെ ചിന്തിച്ചോണം, എൻ്റെ അമ്മയോട് ചേർന്ന് എനിക്കൊരു അമ്മയും കൂടെ കിട്ടി, എൻ്റെ മകളോട് ചേർന്ന് എനിക്കൊരു മകളെയും കൂടെ കിട്ടി. പ്രത്യേകിച്ച് കടന്നു വരുന്ന മക്കൾ എപ്പോഴും ചിന്തിക്കണം, നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോട് അപ്പന്മാരോട് എങ്ങനെ ഇടപെടുന്നുവോ അതുപോലെ നിങ്ങളുടെ അമ്മമാർക്കും ദൈവം ചില അനുഭവങ്ങൾ കൊടുക്കും. അതേസമയം നിങ്ങൾ കടന്നു വന്ന ഭവനത്തിൽ ശത്രുത്വവും ഭിന്നതയുമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതുപോലെയുള്ള അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വരും. ലോകത്തിൽ നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. ആരുടെയും ഒരു അമ്മായിയമ്മ മരുമകളുടെയും മരുമകൾ അമ്മായിയമ്മയുടെയും കണ്ണുനീർ വീഴിക്കുവാനിടയാകരുത്. ആ കണ്ണുനീരിലൂടെ ഉണ്ടാകുന്ന ശാപം തലമുറകളിലേക്ക് പോകും. പത്രോസിൻ്റെ അമ്മായിയമ്മ നമ്മൾക്ക് നൽകുന്ന ഒരു വലിയ സാക്ഷ്യം അതാകട്ടെ, ദൈവത്തെ പുകഴ്ത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പുതിയ നൂതന ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു അമ്മായിയമ്മയുടെ തലം. തൻ്റെ മരുമകനെടുത്ത തീരുമാനത്തെ ദുഷിക്കാതെ, അപഹസിക്കാതെ, പരിഹസിക്കാതെ അതിനെ ക്രിയാത്മകമായി ഉൾക്കൊണ്ട ഒരു മാതാവിൻ്റെ തലം. അതെ, ശിമോൻ പത്രോസിന് മറ്റ് ശ്ലീഹന്മാർക്ക് ഇവൾ വെറുമൊരു അമ്മായിയമ്മയല്ല, അവൾ അമ്മ തന്നെയായിരുന്നു, ശ്രേഷ്ഠതയുടെ അനുഭവം തന്നെയായിരുന്നു. ഇന്നത്തെ നമ്മുടെ സ്ത്രീത്വങ്ങളും ചിന്തിക്കണം. നിങ്ങൾക്ക് ദൈവം നൽകിയ മക്കളോടൊപ്പം മറ്റുള്ള അനേകരെ മക്കളായി കരുതുവാൻ, സ്നേഹിതരായി കരുതുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയല്ലേ നമ്മുടെ പഴയകാല കുടുംബങ്ങളിലെ പ്രത്യേകത, എത്രയോ വിശാല മനസ്സുള്ള അമ്മമാരുണ്ടായിരുന്നു. ആരെപ്പോൾ കടന്നു വന്നാലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാതെ അവരിറക്കി വിടത്തില്ലായിരുന്നു. ഇന്ന് ഒരു വ്യക്തി നമ്മളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നത് നമ്മൾക്ക് ഭാരമാണ്. അവർ വരുമ്പോഴേ എപ്പോഴാണ് പോകുന്നതെന്ന് അന്വേഷിക്കുന്ന ഒരു തലമാണ്. അപ്പോൾ അതിനപ്പുറമുള്ള ഒരു കുടുംബ പശ്ചാത്തലവും ജീവിത പശ്ചാത്തലവും ഒക്കെ പത്രോസിൻ്റെയും അവൻ്റെ കുടുംബജീവിതത്തിലൂടെയും അവൻ്റെ അമ്മായിയമ്മയുടെ സ്നേഹത്തിലൂടെയും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട്, പത്രോസിൻ്റെ അമ്മായിയമ്മയെ ബാധിച്ചിരുന്ന ജ്വരത്തെക്കുറിച്ച്, പനിയെക്കുറിച്ച് തിരുവചനം പറയുന്നു. വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളിലും ഏകദേശം സെയിം ടൈമിൽ, അതായത് ഒരേ ഒരു എപ്പിസോഡ് കണക്കെ ഈ വിഷയം ആവർത്തിച്ചു പറയുന്നുണ്ട്. കർത്താവ് അവളുടെ പനിയെ സൗഖ്യമാക്കി. ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ രോഗം കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരു സ്ത്രീത്വത്തെയാണ് നമ്മുടെ കർത്താവ് കാണുന്നത്. കർത്താവ് അവളിലേക്ക് നോക്കിയപ്പോൾ അവളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച്, ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കർത്താവ് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. അവൾ ക്ഷീണിതയായി കിടക്കുമ്പോഴും അവളുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഓരോ ചിന്താഗതികളും നമ്മുടെ കർത്താവിനെ സ്പർശിച്ചിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ഭവനത്തിലേക്ക് നോക്കുമ്പോൾ അറിയാം ഒരു സ്ത്രീയുടെ വില എത്ര വലുതാണെന്ന്. അവൾ ഏതൊക്കെ വേഷമാണ് കിട്ടുന്നത്? സുഖമില്ലാത്ത മാതാപിതാക്കളെ നോക്കുന്നു, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു, ജീവിത പങ്കാളിയെ നോക്കുന്നു. ജീവിത പങ്കാളി അവിടെ ഇല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ ഏറ്റെടുക്കുന്നു, പഴികളും നിന്ദകളും സഹിക്കുന്നു. ആ സമയത്ത് സ്വമാതാപിതാക്കളെ നോക്കുവാൻ സാഹചര്യമില്ലാതെ വരുന്നു. അങ്ങനെ ഒരു കുടുംബിനിയായ സ്ത്രീയെ പലവിധമായ പ്രശ്നങ്ങളാണ് അത് നേരിടുന്നത്. പ്രത്യേകിച്ച്
ഒരു മാതാവ് ഒരു ഭവനത്തിൽ രോഗിയായി കിടക്കുമ്പോൾ അവരുടെ മക്കൾ അടുക്കളയിൽ കയറി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ അമ്മയുടെ മനസ്സിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ മകൻ ചോറ് വയ്ക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വെള്ളം കോരുന്നു, എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നു, എൻ്റെ ഭർത്താവ് ബുദ്ധിമുട്ടുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ ഒരു നിമിഷം ചിന്തിക്കണം. ക്ഷീണിതയായി കിടക്കുന്ന ഒരു അമ്മയോ ഒരു ഭാര്യയോ ഒരു സഹോദരിയോ നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥനയോടുകൂടി ഓർക്കണം. ഒരുപക്ഷെ നിങ്ങൾ ആ പ്രിയപ്പെട്ട മാതാവിനെ ശുശ്രൂഷിക്കുന്നുണ്ടാകും, കരുതുന്നുണ്ടാകും. നിങ്ങളൊക്കെ ഒരുപക്ഷെ ചിന്തിക്കും, അതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്നെ വെറുതെ വരുന്നാൽ മതി, ഞാൻ വെറുതെ കിടന്നാൽ മതി, വെറുതെ ഉറങ്ങിയാൽ മതി, എല്ലാം എനിക്ക് കിട്ടും എന്നൊക്കെ അവൾ ചിന്തിക്കുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഒരു ഗ്ലാസ് വെള്ളം ഒരു മാതാവിൻ്റെ, ഒരു ഭാര്യയുടെ, ഒരു സഹോദരിയുടെ ക്ഷീണിതയായിരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ അവളുടെ മനസ്സ് വിങ്ങുന്നുണ്ട്. കാരണം അവളുടെ മനസ്സ് പറയുന്നത്, ഈ ചായ ഇടേണ്ടത്, ഈ കാപ്പി ഇടേണ്ടത്, ഈ ആഹാരം വെക്കേണ്ടത് ഞാനാണ്, ഞാൻ ചെയ്തു കൊടുക്കേണ്ടതാണ്. ആ ഒത്തിരി ചിന്തകളുണ്ട്. ഓരോ ആഹാരം പാചകം ചെയ്യുമ്പോഴും അതിൻ്റെ രുചിഭേദങ്ങളെക്കുറിച്ച് അവളുടെ മനസ്സിലുണ്ടാകും. ഒരുപക്ഷെ അതിൻ്റെ എരിയെക്കുറിച്ച്, പുളിയെക്കുറിച്ച്, രുചിയെക്കുറിച്ചൊക്കെ ആ സ്ത്രീ നൊമ്പരപ്പെടുന്നുണ്ടാകും. ഇവിടെ നമ്മളും ചിന്തിക്കണം. അത്രയും അതിഥികൾ കടന്നു വന്നപ്പോൾ, കർത്താവ് ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നപ്പോൾ, തൻ്റെ മരുമകൻ ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നപ്പോൾ ആ സ്ത്രീ വളരെ ക്ഷീണിതയായിട്ടിരിക്കുകയാണ്. അവളുടെ മനസ്സിലൂടെ അന്നേരം കടന്നുപോയ ദുഃഖമെന്ന് പറയുന്നത്, ഇവർക്കൊന്നും കൊടുക്കുവാൻ തനിക്ക് പറ്റുന്നില്ലല്ലോ, ഇവരെ ഒന്ന് ശുശ്രൂഷിക്കുവാനും സ്വീകരിക്കുവാനും ഇവരെ ഒന്ന് താലോലിക്കുവാനും തനിക്ക് പറ്റുന്നില്ലല്ലോ. ആ നൊമ്പരം ഒത്തിരിയുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ഇടയിൽ നമ്മളുടെ അമ്മമാരനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, നമ്മളുടെ സ്നേഹിതരനുഭവിക്കുന്ന നൊമ്പരങ്ങൾ, സഹോദരിമാരനുഭവിക്കുന്ന നൊമ്പരങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയോടുകൂടി ഓർക്കണം. ഒരു നേരം പ്രാർത്ഥിക്കുവാൻ പോലും സാധിക്കാതെ വലയുന്ന നമ്മുടെ അമ്മമാരുണ്ട്. പലരെയും ഓർത്തുറക്കം നഷ്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ അമ്മമാരുണ്ട്. ദാരിദ്ര്യവും കടബാധ്യതയും കൊണ്ട് നൊമ്പരപ്പെടുന്നവരുണ്ട്. തൻ്റെ കുഞ്ഞ് തുടർച്ചയായി പല കാര്യങ്ങൾക്ക് ശ്രമിച്ചിട്ടും പരാജയപ്പെടുന്നു എന്ന് ദുഃഖിക്കുന്നവരുണ്ട്. ഈ അമ്മമാരുടെയൊക്കെ നൊമ്പരങ്ങൾ ഹൃദയംഗമായിട്ടറിയണം. നമ്മുടെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും അമ്മമാരുടെ ഇത്തരത്തിലുള്ള നൊമ്പരങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല. ഒരമ്മ ഭവനത്തിലുള്ളപ്പോൾ സഹോദരങ്ങളെ, അതൊരു വലിയ വിലയാണ്. അമ്മ ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരമ്മ മരം എന്ന് പറയുന്നത് ഒരു നന്മ മരമാണ്. അമ്മ ഭവനത്തിൽ നിന്ന് വേർപെടുമ്പോൾ മാത്രമേ അതിൻ്റെ ദുഃഖങ്ങൾ അറിയത്തുള്ളൂ. നമ്മൾ അമ്മമാരുള്ളപ്പോൾ നമ്മളുടെ തുണി കഴുകിക്കുന്നു, നമ്മൾ കിടക്കയിൽ കിടന്നുകൊണ്ട് പല കാര്യങ്ങളും ആജ്ഞാപിക്കുന്നു, പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ചെയ്യുന്നതിനോടൊന്നും പലപ്പോഴും തൃപ്തിയാകുന്നില്ല. എന്തോരം പരാതികളാണ് പലപ്പോഴും നമ്മൾ ഉയർത്തുന്നത്. എങ്കിലും ഒരു കാര്യം ഹൃദയംഗമായി പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിച്ച് ഓർക്കേണ്ടത്, എൻ്റെ അമ്മയോ എൻ്റെ സഹോദരിയോ എൻ്റെ ചാർച്ചക്കാരിയോ എൻ്റെ നാട്ടുകാരിയോ അവൾ ദുഃഖിതയായും പ്രയാസപ്പെട്ടും ഇരിക്കുമ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന, ആ മാതാവ് അനുഭവിക്കുന്ന, ആ മാതൃത്വം അനുഭവിക്കുന്ന ആ എല്ലാ നൊമ്പരങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം. എൻ്റെ കർത്താവ് അത് തന്നെയാണ് മനസ്സിലാക്കിയത്. കർത്താവിൻ്റെ ഉപമകളിൽ നമ്മൾക്കറിയാം, പാപിനിയായ സ്ത്രീയോട് അവൻ കരുണ കാണിച്ചു. അവൾ അനുഭവിച്ച നൊമ്പരങ്ങളുടെ ആഴം അവൻ അറിയാമായിരുന്നു. വിധവയായ സ്ത്രീയിട്ട 2 ചില്ലിക്കാശിന് നമ്മുടെ കർത്താവ് വില കൽപ്പിച്ചു. അവൾ എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മൾക്കറിയാമായിരുന്നു. നമുക്ക് പരിചിതമായ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഇന്നും കൂലിവേല ചെയ്ത് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി, അല്ലെങ്കിൽ വിദേശങ്ങളിൽ ജോലിക്ക് പോയി കുടുംബത്തെ പുലർത്തുന്ന അമ്മമാരുണ്ട്. ആ അമ്മമാർ വെളിയിലൊക്കെ ആയിരിക്കുകയാണ്. നമ്മളുടെ പല കുഞ്ഞുങ്ങളുമുണ്ട്. അവരൊക്കെ വിവാഹശേഷം കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ട് വിദേശത്ത് ജോലിക്ക് പോയിരിക്കുകയാണ്. ചിലരൊക്കെ ആ സമയത്തും അപഹാസത്തോടുകൂടി ഓർക്കും, പരിഹാസത്തോടുകൂടി ഓർക്കും, അവൾക്ക് പോയാൽ മതി, കുഞ്ഞുങ്ങളെ ഞങ്ങളാ നോക്കേണ്ടത്. ചിലരെങ്കിലും ചിലപ്പോഴും ചിന്തിക്കും, പ്രിയമുള്ളവരെ ഓർക്കണം, മുലപ്പാൽ കൊടുക്കേണ്ട സമയത്ത് മുലപ്പാൽ പിഴിഞ്ഞു കളയുന്ന അമ്മമാരുടെ മക്കളുടെ നൊമ്പരങ്ങൾ നമ്മൾ ഹൃദയംഗമായിട്ട് തിരിച്ചറിയണം. ഓവർ ഡ്യൂട്ടി ചെയ്യുന്ന അത്തരത്തിലുള്ള സഹോദരിമാരുടെ നൊമ്പരങ്ങൾ നമ്മൾ തിരിച്ചറിയണം. എല്ലാ നന്മയും ചെയ്തിട്ടും മറ്റുള്ളവരെ, സഹോദരങ്ങളെ സഹായിച്ചിട്ടും മോശക്കാരെന്ന് വിലയിരുത്തപ്പെട്ട ഓരോ സ്ത്രീത്വത്തിൻ്റെയും നൊമ്പരങ്ങൾ തിരിച്ചറിയണം. ഇവിടെ കർത്താവ് ഇതിൻ്റെ എല്ലാം മറ്റൊരു തലമാണ് തിരിച്ചറിഞ്ഞത്. ജ്വരം ബാധിച്ചവളെ സൗഖ്യമാക്കിയെന്ന് പറയുമ്പോൾ അവൾക്ക് വെറും പനിയാണ്, വെറും ജ്വരമാണെന്നൊന്നും മാത്രം നമുക്ക് ചിന്തിക്കേണ്ട. ആ മാതാവ് അനുഭവിച്ച എല്ലാ രോഗങ്ങളുടെയും, എല്ലാ ദുഃഖങ്ങളുടെയും, എല്ലാ കണ്ണുനീരുകളുടെയും, എല്ലാ വേദനകളുടെയും ഒരു പൂർണ്ണതയാണ് ഈ ജ്വരം എന്നുള്ള വാക്കിലൂടെ കർത്താവ് അവിടെ സംവേദിപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് കർത്താവ് അവൾക്ക് അവളുടെ നൊമ്പരം മനസ്സിലാക്കി, മാതൃത്വത്തിൻ്റെ നൊമ്പരം മനസ്സിലാക്കി, തൻ്റെ മാതാവിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളുടെ കർത്താവ് അവൾക്ക് സൗഖ്യം കൊടുക്കുകയാണ്.
അവൾ സൗഖ്യം പ്രാപിച്ചിട്ട് എഴുന്നേറ്റ് യേശുവിനെയും ശിഷ്യന്മാരെയും ഒക്കെ സൽക്കരിക്കുന്നതായിട്ടാണ് 39 വാക്യം, ലൂക്കോസ് 4:39 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതുവരെ അവളുടെ മനസ്സിൽ എന്തായിരുന്നു? അവളൊന്ന് എഴുന്നേൽക്കാൻ കൊതിച്ചിരിക്കുകയായിരുന്നു, രോഗം മാറാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. ആ സ്ത്രീ സൗഖ്യം പ്രാപിച്ച് അതിവേഗം തന്നെ എഴുന്നേറ്റ് അവിടെ വന്നവരെയെല്ലാം ശുശ്രൂഷിച്ചു എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത്, അവൾ ഉടനെ എഴുന്നേറ്റ് അവനെ ശുശ്രൂഷിച്ചു എന്നാണ് പറയുന്നത്. സൗഖ്യം പ്രാപിച്ച മാതാവിൻ്റെ ഒരു മാതൃത്വത്തിൻ്റെ, പത്രോസിൻ്റെ അമ്മാവിയമ്മയുടെ മനോഭാവം എത്ര വലുതായിരുന്നു. സൗഖ്യം പ്രാപിച്ചവൾക്ക് പലതും പറയാനുണ്ടായിരുന്നു, ക്ഷീണാവസ്ഥയെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ടായിരുന്നു. അവൾ അതൊന്നുമല്ല പറയുന്നത്. അവൾ എഴുന്നേറ്റ് നമ്മുടെ കർത്താവിനെ ശുശ്രൂഷിച്ചു. കർത്താവിനെ ശുശ്രൂഷിച്ചു എന്ന് പറയുമ്പോൾ അവിടെ കടന്നു വന്നവരെ എല്ലാം അവൾ സ്വീകരിച്ചു. അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഭക്ഷണമായി പാനീയമായി വേണ്ട രീതിയിലൊക്കെ ശുശ്രൂഷിച്ചു. സൗഖ്യം പ്രാപിക്കുന്ന ഓരോ വ്യക്തിത്വത്തിൻ്റെയും ഏറ്റവും വലിയ അനുഭവം അതാണ്. എൻ്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടോ മിടുക്ക് കേട്ടതുകൊണ്ടോ ഞാൻ സൗഭാഗ്യവതി ആയതുകൊണ്ടോ മിടുക്കനായതുകൊണ്ടോ ഒന്നും കർത്താവ് എന്നെ സൗഖ്യമാക്കിയെന്നല്ല ഇവിടെ നമ്മൾ കാണുന്നത്. മറിച്ച് സൗഖ്യം പ്രാപിച്ചവൾ മറ്റൊന്നും നോക്കാതെ എഴുന്നേറ്റ് കർത്താവിനെ ശുശ്രൂഷിച്ചു. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന മാതൃത്വങ്ങൾ, മാന്യ വനിതകൾ ഇന്നത്തെ സമൂഹത്തിൽ ഉയരണം. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന മാതൃത്വങ്ങൾ എങ്ങനെ ഉയരണം? ദൈവഭക്തിയായ സ്ത്രീ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീത്വത്തിൻ്റെ വില ഉയരുന്നു, തുല്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. പലർക്കും കല്യാണം വേണ്ട, മക്കൾ വേണ്ട, തലമുറകൾ വേണ്ട, ആരും വേണ്ട, സ്വാതന്ത്ര്യം മാത്രം മതിയെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. ഫെമിനിസം എന്ന് പറയുന്ന ചിന്താഗതി ഇന്നും ഇന്നലെയും ഒന്നും ഉണ്ടായതല്ല, ഈ നൂറ്റാണ്ടിൻ്റെ ഭാവവുമല്ല. മറിച്ച് ഏദൻ തോട്ടത്തിൽ തന്നെ ആ തുല്യത എന്നുള്ള വാക്ക് നമ്മുടെ കർത്താവ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. സ്ത്രീക്കും പുരുഷനും കർത്താവ് തുല്യമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. സ്റ്റുവാർട്സ്, കാര്യവിചാരകരായിട്ട കർത്താവ് സൃഷ്ടിയുടെ മേൽ അവരെ നിയോഗിച്ചത്. എന്നാൽ സൗഖ്യം പ്രാപിക്കുന്ന, സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന സ്ത്രീ എല്ലാവിധമായ സ്വാതന്ത്ര്യത്തിനും അടിപ്പെട്ട് ചന്ദ്രഹാസമിളക്കി ഭിന്നതയുണ്ടാക്കണമെന്നല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഭർത്താവിനോട് എതിർക്കണമെന്നോ മാതാപിതാക്കളെ വേണ്ടെന്ന് പറയണമെന്നോ ഒന്നുമല്ല. എനിക്ക് മക്കൾ വേണ്ട എന്ന് പറയണമെന്നല്ല. കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ കൊടുത്തിട്ടും അവരെ നോക്കാൻ മനസ്സില്ലാതെ അവരുടേതായ സ്വാതന്ത്ര്യത്തിൽ സൊസൈറ്റി ലേഡികളായി പോകണമെന്നുമല്ല നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. സൗഖ്യം പ്രാപിച്ച സ്ത്രീ കർത്താവിനെ ശുശ്രൂഷിച്ചു എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീത്വത്തിൻ്റെ ജീവിതത്തിൽ ഉടലെടുക്കേണ്ട ചില നന്മകൾ. അവളൊരു നല്ല മാതാവായി, കണ്ണുനീരണിഞ്ഞവളായി, പ്രാർത്ഥനാപൂർവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഉറപ്പായിട്ട് നിർവഹിച്ചേ പറ്റത്തുള്ളൂ. അവൾ ആരെയൊക്കെ കരുതണോ, ആരെയൊക്കെ ശുശ്രൂഷിക്കണോ, അത് മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, അവരെയൊക്കെ കരുതണം. തൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ വിശ്വസ്തയോടും നീതിയോടും കൂടി ഇടപെടണം. അശുദ്ധിയുടെ പിന്നാലെ പോകാനിടയാകരുത്. ഇന്ന് പല വാർത്തകളും നമ്മൾ കാണുന്നുണ്ട്. മൊബൈൽ ഉപയോഗം, മറ്റ് സോഷ്യൽ മീഡിയകളുടെ ഉപയോഗം, ഇതിനൊക്കെ അടിപ്പെട്ടു പോകുന്ന സ്ത്രീത്വങ്ങൾ അനവധിയാണ്. വളയ്ക്കാനും തിരിക്കാനുമൊക്കെ ഈ സ്ത്രീകളെ വളരെ എളുപ്പമാണ്. അവർ വീഴുന്നതും വളരെ എളുപ്പമാണ്. എന്നാൽ അതിൽ നിന്ന് കരയേറാൻ വളരെ ബുദ്ധിമുട്ടാണ്. സ്വന്തം ഭർത്താവുണ്ടായിട്ടും അന്യൻ്റെ പിന്നാലെ പോകുകയും അവസാനം മരണവക്രത്തിൽ അകപ്പെടുകയും ചെയ്യുന്ന സ്ത്രീത്വങ്ങൾ ഒരുപാടുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് പത്രോസിൻ്റെ അമ്മാവിയമ്മയെ ഓർക്കുമ്പോൾ ഓരോ സ്ത്രീകളും അതൊക്കെ ഓർക്കണം. കർത്താവിനെ ശുശ്രൂഷിച്ച് അവൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന ആ നല്ല സ്ത്രീയെപ്പോലെ ഓരോ സ്ത്രീകളും ദൈവസന്നിധിയിലേക്ക് കടന്നു വരണം. അവളെക്കൊണ്ട് സഹനതയുടെ ഒരു വലിയൊരു അനുഭവമുണ്ട്. സ്ത്രീകൾ എവിടെ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ രമിക്കുന്നു എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ത്രീത്വത്തെ ബഹുമാനിച്ച് ആ ബഹുമാനം ഉൾക്കൊള്ളുന്ന സ്ത്രീ ഉന്നത പദവിയോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. പ്രിയമുള്ളവരെ, ദൈവത്തെ ശുശ്രൂഷിച്ച സ്ത്രീത്വങ്ങളുടെ പൂർണ്ണതയും അനുഭവവും അവകാശവുമാണ് നമ്മൾ ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ വിശുദ്ധന്മാരും ശ്രേഷ്ഠരുമൊക്കെ ആ പദവിയിലേക്ക് എത്തിയത് അമ്മമാരുടെ വിശുദ്ധമായ പ്രാർത്ഥനകൾ കൊണ്ടാണെന്ന് നമ്മൾ ഓർക്കണം. കത്തോലിക്കാ സഭയിലെ വിശുദ്ധനായ അഗസ്തീനോസ്, അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് രൂപാന്തരപ്പെട്ടത്. കപ്പദോക്യൻ പിതാക്കന്മാരായ വിശുദ്ധ ബസേലിയോസ് സഹോദരിയായ മക്രീനയുടെ പ്രാർത്ഥന കൊണ്ടാണ് രക്ഷപ്പെട്ടത്. നമ്മളിൽ പലരും രക്ഷപ്പെട്ടതും
ആ ദൈവശുശ്രൂഷയുടെ ഭാഗമാണ്. നമ്മുടെ ശിരസിലേക്ക് ഇറ്റിറ്റ് വീണ, മൂർധാവിലേക്ക് ഇറ്റിറ്റ് വീണ ആ സ്നേഹചുംബനം, അവരുടെ കണ്ണുനീരുകൾ, അവരുടെ പ്രാർത്ഥനകൾ, അതൊക്കെ നമ്മളിൽ പലരുടെയും കുടുംബജീവിതത്തെ പ്രസാദിപ്പിച്ചിട്ടുണ്ട്. ദൈവത്തെ നോക്കി ദൈവത്തിൻ്റെ പാദത്തിൽ ഇരുന്നു കൊണ്ട് ഉത്തമ കുടുംബിനിയായി മാറിയിട്ടുള്ളവരുടെ മക്കൾ നശിക്കുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. കാരണം അവർക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, തങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ള ലക്ഷ്യം, നന്മ ചെയ്യുവാനുള്ള ലക്ഷ്യം, ദൈവത്തെ അറിയുവാനുള്ള ലക്ഷ്യം. ആ ഒരു ലക്ഷ്യത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് നമ്മൾക്കും യാത്ര ചെയ്യേണ്ടത്. സാഹിത്യത്തിലും സംസ്കാരത്തിലുമൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അതിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. വില്യം ഷേക്സ്പിയറിൻ്റെ മാക്ബത്ത് എന്ന് പറയുന്ന ഡ്രാമ നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ലേഡി മാക്ബത്ത്, അവരുടെ പേര് പോലും എന്താണെന്ന് പറയുന്നില്ല, ലേഡി മാക്ബത്ത്. അവരുടെ ദുസ്വാധീനം അവരുടെ ഭർത്താവിനെ എത്രമാത്രം ക്രൂരനും കഠിനനുമാക്കി എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിലുള്ള സ്ത്രീത്വങ്ങൾ സമൂഹത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, വീഴ്ചകൾ, അത് വാക്കുകൾക്ക് അതീതമാണ്. പ്രിയമുള്ളവരെ, ഈ വാക്ക് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കുടുംബജീവിതം കണ്ണുനീരണിഞ്ഞ അമ്മമാരുടെ പാരമ്പര്യം പിന്തുടരുവാനിടയാകട്ടെ. കർത്താവ് പൗലോസിൻ്റെ ലേഖനം സാക്ഷിയായ വിശുദ്ധയായ ശമ്മാസിനി ഫേബയുടെ പാരമ്പര്യം പിന്തുടരുവാനിടയാകട്ടെ. തിമത്തിയോസിൻ്റെ അമ്മയും വല്യമ്മയുമായ ലോബീസിൻ്റെയും യുണീക്കയുടെയും പാരമ്പര്യം പിന്തുടരുവാനിടയാകട്ടെ. എല്ലാ സ്ത്രീകളെയും നമ്മൾ ബഹുമാനിക്കണം, യുവതികളെ നമ്മൾ ബഹുമാനിക്കണം. നോട്ടത്തിലും ഭാവത്തിലും ആ വിശുദ്ധി പുലർത്തണം. ഒരു സ്ത്രീയെ വിശുദ്ധിയോടും പ്രാർത്ഥനയോടും ആരാധനയോടും കൂടി നമ്മൾ വീക്ഷിക്കുമ്പോൾ, ബഹുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവൾക്ക് കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യമുണ്ട്. നമ്മളുടെയൊക്കെ ചിന്ത ആസക്തിയോടെ കാണാനാണ് സ്ത്രീകളുള്ളതെന്ന, ആസക്തിയിൽ നിന്നപ്പുറമായി ഒരു സ്ത്രീയെ വിശുദ്ധിയോടെ കാണുന്ന, സഹനതയോടെ കാണുന്ന, താഴ്മയോടെ കാണുന്ന ഒരു വിഭാഗമുണ്ടാകട്ടെ. പത്രോസിൻ്റെ അമ്മാവിയമ്മയ്ക്ക് കർത്താവ് കൊടുത്ത സൗഖ്യം പോലെ അവൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾക്കും നമ്മുടെ സമൂഹത്തിന് സൗഖ്യം കൊടുക്കുവാനും സ്ത്രീകളെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും സാധിക്കും. സ്ത്രീകൾക്ക് വേണ്ടി ഗവൺമെൻറ്റും മറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്ന എല്ലാവിധമായ നിയമങ്ങളും ക്രിയാത്മകമായി പാലിക്കുവാൻ സാധിക്കും. അതിൽ ദൈവം സന്തോഷിക്കും. തീർച്ചയായിട്ടും ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും എന്നാളും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.